മഹാകാലിന്റെ ദർശനം കഴിഞ്ഞ് ഇപ്പോൾ പുറത്തിറങ്ങി. ആക്ച്വലി ഭയങ്കര ഇമോഷണൽ മൂവ്മെന്റ് ആയിരുന്നു. അഞ്ജലിയാണെങ്കിൽ കരയാൻ തുടങ്ങി. ജ്യോതിർലിംഗം ആക്ച്വലി ഡെക്കറേറ്റ് ചെയ്യാണ്, ശിവജിയുടെ ഫേസ് ഉണ്ടാക്കുകയാണ് അതിന് മുകളിൽ. ഇവിടെ സപ്ത ഋഷിയുടെ ഒരു ഡിപ്പിക്ഷൻ ആണ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ മോദിജി ഉദ്ഘാടനം ചെയ്ത മഹാകാൽ ലോക്. ഈ ഭാരത് മാതാ ടെമ്പിൾ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എത്ര വലിയൊരു പുണ്യഭൂമിയിലാണ് ജനിച്ചിരിക്കുന്നതെന്ന്. എല്ലാവർക്കും അവർ ഡെയിലി ഡയറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഉജ്ജയിനിലാണ്. ഉജ്ജയിൻ വിട്ട് പോകാൻ പറ്റുന്നില്ല ഗൈസ്. ഇത് 3ാമത്തെ ദിവസമാണ് ഉജ്ജയിനിൽ. അപ്പോൾ ഇന്ന് ആ സുദിനം എത്തി ഞങ്ങൾ മഹാകാൽ ടെമ്പിൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. സമയം ആക്ച്വലി 5:30 ആക്ച്വലി ഇന്ന് സൺഡേ ആണ്. ഓക്കെ, കുറച്ച് തിരക്കായിരിക്കും. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഒത്തിരി തിരക്കാണെങ്കിൽ VIP ടിക്കറ്റ് എടുത്ത് ദർശനത്തിന് പോവാന്ന്. ആ ഒരു ഓപ്ഷനും ഉണ്ട് ഇവിടെ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞങ്ങളുടെ ഇതിന് മുമ്പത്തെ 2 വീഡിയോസ് ഉജ്ജയിന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കണ്ടുവെക്കുക. കാരണം നിങ്ങൾ മധ്യപ്രദേശിൽ വരാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, ഉജ്ജയിനിൽ വരാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ സ്പോട്ടിൽ പോകാനുണ്ട്, എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ട് പ്രോപ്പറായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും മറക്കാതെ ആ വീഡിയോ കാണും. അപ്പൊ നമുക്കിപ്പോ പോവാം മഹാകാലേശ്വർ ടെമ്പിളിലേക്ക്. അപ്പൊ എല്ലാവരും പോരും. അപ്പൊ നിങ്ങൾ മഹാകാലേശ്വർ ടെമ്പിൾ പോകുമ്പോഴത്തേക്കും നിങ്ങൾ ഒത്തിരി ലഗേജ് ഒന്നും ക്യാരി ചെയ്ത് പോകാൻ പറ്റില്ല. മൊബൈലും ആക്ച്വലി അലൗഡ് അല്ല എന്നാ തോന്നുന്നത്. ബട്ട് കയ്യിൽ പിടിക്കാം, ഫ്ലൈറ്റ് മോഡിൽ അല്ലെങ്കിൽ സൈലന്റ് മോഡിൽ ഇട്ടിട്ട്. അപ്പൊ നമുക്ക് പോയി നോക്കാം. അലൗഡ് അല്ലെങ്കിൽ ലോക്കറിൽ വെക്കേണ്ടി വരും മൊബൈലും സാധനങ്ങളും എല്ലാം. പോവാം. अभी बड़ी नहीं है, महाकाल का मंदिर 11 बजे तक खुला रहता है. അപ്പോൾ ടെമ്പിൾ ആക്ച്വലി 4 മണിക്ക് തുറക്കും. 4 മണിക്ക് ഭസ്മാരതിയാണ്. അത് കഴിഞ്ഞ് 6 o'clock ആണ് പ്രോപ്പർ ദർശൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 6 to നൈറ്റ് 11 o'clock വരെ ഉണ്ടാവും ദർശൻ. വൈകുന്നേരം ഇറങ്ങി കഴിഞ്ഞുള്ള ബെനിഫിറ്റ് ആണ്, ചൂടുണ്ടാവില്ല, എളുപ്പത്തിൽ ദർശനത്തിന് പോകാൻ പറ്റും. അപ്പൊ ലക്ക് ഉണ്ടെങ്കിൽ ഈ ഓട്ടോ കിട്ടും നമുക്ക്. ഹോട്ടലിന്റെ മുന്നിൽ തന്നെ ഞങ്ങൾക്ക് ഓട്ടോ വന്ന് നിന്നു. ഞങ്ങളെ അവിടെ ഓട്ടോയിൽ ഇറക്കി. ആൻഡ് ഇതുവഴി അകത്തേക്ക് പോണ എൻട്രൻസ്. ആ കാണുന്ന ഒരു ടെമ്പിൾ ആണ്, അതിന്റെ പേരാണ് ഭാരത് മാതാ ടെമ്പിൾ. മഹാകാലേശ്വര ടെമ്പിൾ പോയതിനു ശേഷം അവിടെ പോവാം. ഇവിടെ ടെമ്പിളിന്റെ കോമ്പൗണ്ടിനകത്ത് ഒരു വലിയ TV വെച്ചിട്ടുണ്ടെങ്കിൽ ആ TVയിൽ നിങ്ങൾക്ക് കാണാം ജ്യോതിർലിംഗം ആക്ച്വലി ഡെക്കറേറ്റ് ചെയ്യാണ്, ശിവജിയുടെ ഫേസ് ഉണ്ടാക്കുകയാണ് അതിന് മുകളിൽ. ആ ലെഫ്റ്റ് സൈഡിലാണ് ഷൂ വയ്ക്കേണ്ട കൗണ്ടർ. ഇവിടെ നിങ്ങൾക്കൊരു ഗേറ്റ് തന്നെ ആ പേര് കാണാം, എന്താ പറയുക, അവന്തിക ദ്വാർ. അതിനടുത്തായിട്ടാണ് ശീഘ്ര ദർശൻ സുവിധ കൗണ്ടർ. അതായത് VIP ടിക്കറ്റ് അല്ലെങ്കിൽ ശീഘ്ര ദർശൻ എന്ന് പറയും. എളുപ്പം അകത്ത് ദർശനത്തിനായിട്ടുള്ള ടിക്കറ്റ് അതിവിടെ കിട്ടും. ഒരാൾക്ക് 250 രൂപയാണ്. അപ്പോൾ അഞ്ജലി പോവാണ് ടിക്കറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് VIP പാസ് കിട്ടി ഗൈസ്. അവർ ആക്ച്വലി ഡീറ്റെയിൽസ് എല്ലാം ഇത് ചോദിക്കും, അതെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് VIP പാസ് അല്ലെങ്കിൽ ശീഘ്ര ദർശനം എന്ന് പറയും, അതിൻ്റെ പാസ് എടുക്കേണ്ടത്. ഇവിടെ ആക്ച്വലി മൊബൈൽ വയ്ക്കാനുള്ള ലോക്കറും ഉണ്ട്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ മൊബൈലിനകത്ത് വയ്ക്കാം. അകത്ത് കൊണ്ടുപോകാൻ പ്രശ്നമൊന്നുമില്ല. ബട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓഫ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ സൈലന്റ് മോഡിൽ വയ്ക്കണം. അപ്പോൾ ഈ കൗണ്ടറിന് അടുത്ത് തന്നെയാണ് ശീഘ്ര ദർശനത്തിനുള്ള ഗേറ്റ്, അവന്തിക ദ്വാർ. മറക്കരുത്, ഞാൻ പേര് പറയുന്നുണ്ട് വീണ്ടും. അപ്പോൾ ഇവിടെ ചെപ്പലിടുന്നുണ്ട് ഞങ്ങൾ. മധ്യപ്രദേശിലെ പുണ്യനഗരമായ ഉജ്ജയിനിയിൽ സ്ഥിതി ചെയ്യുന്ന മഹാകാലേശ്വർ ക്ഷേത്രം ഭഗവാൻ ശിവന്റെ 12 വിശുദ്ധ ജ്യോതിർലിംഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി കണക്കാക്കപ്പെടുന്നു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ക്ഷേത്രം ആത്മീയ ശക്തിയുടെയും ദൈവിക വിശ്വാസത്തിന്റെയും കേന്ദ്രമായി അറിയപ്പെടുന്നു. ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന മഹാകാലേശ്വർ ജ്യോതിർലിംഗം സ്വയംഭൂ ആണെന്ന് വിശ്വാസമുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പുലർച്ചെ നടക്കുന്ന പ്രശസ്തമായ ഭസ്മ ആരതിയാണ്. ഇവിടെ മഹാകാലനെ വിശുദ്ധ ഭസ്മ ഉപയോഗിച്ച് പൂജിക്കുന്നു. ഇത് കാണാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭക്തർ എത്തിച്ചേരുന്നു. മഹാകാലേശ്വർ ക്ഷേത്രത്തിന് ഹിന്ദു മതവിശ്വാസത്തിലും ആത്മീയ പാരമ്പര്യത്തിലും അതിയായ പ്രാധാന്യമുണ്ട്.
ഭഗവാൻ ശിവന്റെ 12 വിശുദ്ധ ജ്യോതിർലിംഗങ്ങളിൽ ഏകമായ ദക്ഷിണമുഖ ജ്യോതിർലിംഗം എന്ന പ്രത്യേകതയാണ് മഹാകാലേശ്വരനെ മറ്റ് ജ്യോതിർലിംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. മഹാകാൽ എന്ന പദത്തിന് സമയത്തിന്റെയും മരണത്തിന്റെയും അധിപൻ എന്ന അർത്ഥമുണ്ട്. അതിനാൽ ഇവിടെ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുന്നവർക്ക് ജീവിതത്തിലെ ഭയങ്ങൾ, ദോഷങ്ങൾ, നെഗറ്റീവ് എനർജികൾ, ഗ്രഹദോഷങ്ങൾ എന്നിവയിൽ നിന്ന് സംരക്ഷണം ലഭിക്കുമെന്നും ആത്മീയ സമാധാനവും മാനസിക ശക്തിയും നേടാനാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. പുരാണങ്ങളിൽ പറയുന്നതനുസരിച്ച് ഉജ്ജയിനിയിലെ ജനങ്ങളെ അസുരന്മാരുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കാൻ ഭഗവാൻ ശിവൻ മഹാകാൽ രൂപത്തിൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ട് ദുഷ്ടശക്തികളെ നശിപ്പിച്ചുവെന്നാണ് വിശ്വാസം. അതിനാലാണ് ഈ ക്ഷേത്രം ദൈവിക സംരക്ഷണത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നത്. കൂടാതെ പുലർച്ചെ നടക്കുന്ന പ്രശസ്തമായ ഭസ്മ ആരതി ജീവിതത്തിന്റെ നശ്വരതയും ആത്മീയതയുടെ മഹത്വവും ഓർമ്മിപ്പിക്കുന്ന അതുല്യമായ ആചാരമായി കണക്കാക്കപ്പെടുന്നു. ഉജ്ജയിനി നഗരം തന്നെ പുരാതന കാലം മുതൽ ഹിന്ദു സംസ്കാരത്തിന്റെയും ജ്യോതിശാസ്ത്രത്തിന്റെയും ആത്മീയ പഠനത്തിന്റെയും പ്രധാന കേന്ദ്രമായിരുന്നു. വിശുദ്ധമായ ക്ഷിപ്ര നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം സിംഹസ്ഥ കുംഭമേള നടക്കുന്ന 4 പ്രധാന പുണ്യസ്ഥാനങ്ങളിൽ ഒന്നുമാണ്. അതുകൊണ്ടുതന്നെ മഹാകാലേശ്വർ ക്ഷേത്രം ഒരു ആരാധനാലയം മാത്രമല്ല, വിശ്വാസത്തിന്റെയും ആത്മീയ ശക്തിയുടെയും ഭാരതത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തിന്റെയും പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത്. വിശുദ്ധമായ ക്ഷിപ്ര നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ആത്മീയ സമാധാനം, പോസിറ്റീവ് എനർജി, ദൈവിക അനുഭവം എന്നിവ തേടുന്നവർക്ക് ഒരു പ്രത്യേക അനുഭവമാണ് നൽകുന്നത്. ഭഗവാൻ മഹാകാൽ തന്റെ ഭക്തരെ എല്ലാ ദോഷങ്ങളിൽ നിന്നും ഭയങ്ങളിൽ നിന്നും സംരക്ഷിക്കുമെന്ന വിശ്വാസം ഏറെ ശക്തമാണ്. അതുകൊണ്ടുതന്നെ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഭക്തരും വിനോദസഞ്ചാരികളും മഹാകാലേശ്വർ ക്ഷേത്രത്തിന്റെ ദിവ്യമായ അനുഭവം നേടാൻ ഉജ്ജയിനി സന്ദർശിക്കുന്നു. അപ്പോൾ അഞ്ജലി ദർശനം കഴിഞ്ഞത് ലഡ്ഡു വാങ്ങാനായിട്ട് നിൽക്കുകയാണ് കൗണ്ടറിൽ. അപ്പോൾ ഞങ്ങൾ മഹാകാലിന്റെ ദർശനം കഴിഞ്ഞ് ഇപ്പോൾ പുറത്തിറങ്ങി. ആക്ച്വലി ഭയങ്കര ഇമോഷണൽ മൂവ്മെന്റ് ആയിരുന്നു. അഞ്ജലിയാണെങ്കിൽ കരയാൻ തുടങ്ങി. കാരണം ആ ഒരു ആംബിയൻസ്, മണിയടിക്കുന്ന എല്ലാവരുടെയും എന്താ പറയുക, മന്ത്രജപം ഇതെല്ലാം എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ഡിഫറെൻറ്റ് ഫീൽ തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ വന്ന് കാണേണ്ട ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഞങ്ങൾ ചെന്നപ്പോഴേ 6:45 ആയി. അപ്പോൾ എന്താ പറയുക, വൈകുന്നേരത്തെ ദീപാരാധന തുടങ്ങുന്ന സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതും കാണാൻ പറ്റി. ലക്കിലി കുറച്ച് വിഷ്വൽസ് ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട്. എന്നാലും ഇവിടെ വന്ന് നിങ്ങൾ കാണുക, എന്നാൽ മൊത്തം ഫീൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് എൻട്രൻസിനകത്ത് ഇത് മഹാകാൽ ടെമ്പിളിനകത്ത് വേറെ കുറേ ശിവലിംഗങ്ങളുണ്ട്. നിങ്ങൾ പോയി കാണണം. അതെല്ലാം അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ജൂന മഹാകാൽ ടെമ്പിൾ. അത് നിങ്ങൾ മറക്കാതെ കാണുക. അതാണ് ആക്ച്വലി ഏറ്റവും പഴയ ജ്യോതിർലിംഗം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിന് ശേഷം ടെമ്പിളിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ പോവാണ് മഹാകാൽ ലോക് കാണാനായിട്ട്. ഇവിടെ ആയിട്ട് VR-ന്റെ ഫെസിലിറ്റി ഉണ്ട്. കണ്ടോ, താഴെ എല്ലാവരും VR-ൽ ദർശനം ചെയ്യുന്നത്. ഇപ്പോൾ ഭസ്മാരതിയാണ് ഈ എന്താ പറയുക മഹാകാൽ ടെമ്പിളിൽ ഏറ്റവും ഫേമസ്. അത് നിങ്ങൾക്ക് ഈസിലി VR വഴി കാണാൻ പറ്റും. ഇല്ലെങ്കിൽ ലോങ് ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് വേണം കാണാനായിട്ട്. അത് കുറച്ച് പേർക്ക് കിട്ടാറുള്ളൂ. ബട്ട് നിങ്ങൾ VR എടുത്തു കഴിഞ്ഞാൽ 150 രൂപയ്ക്ക് എളുപ്പം കാണാം. ഞങ്ങൾ ആക്ച്വലി ഓംകാരേശ്വറിനകത്ത് VR-ന്റെ എന്താ പറയുക സംഭവം ചെയ്തായിരുന്നു. ആക്ച്വലി വർത്ത് ആണ്. കാരണം ഇൻഫർമേഷനും എല്ലാം വിഷ്വൽസും കൂടെ കൂടി ചേരുമ്പോഴത്തേക്ക് നല്ല ഫീൽ ആയിരിക്കും. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യും. ഇവിടെ വന്നു കഴിഞ്ഞാൽ 150 രൂപയുള്ളൂ 8 മിനിറ്റിൻ്റെ വീഡിയോയ്ക്ക്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ മോദിജി ഉദ്ഘാടനം ചെയ്ത മഹാകാൽ ലോക്. ഇത് മൊത്തം ഒരു സംഭവമാണ് കേട്ടോ. ഇതുപോലെ ഡിഫറെൻറ്റ് സ്റ്റാച്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു ക്വിക്ക് വിഷ്വൽസ് നിങ്ങൾക്കും കാണിച്ചു തരാം. ഇവിടെ എന്തുമാത്രം ജനക്കൂട്ടണം നോക്കിയേ ഗൈസ്. ബട്ട് വർത്ത് വാച്ചിങ് ആണ്. ഇതിനകത്ത് ഒരിക്കലെങ്കിലും നിങ്ങൾ വരണം. മഹാകാൽ ലോക് ഉജ്ജയിനിയിലെ മഹാകാലേശ്വർ ക്ഷേത്ര സമുച്ചയത്തിന്റെ ഭാഗമായി വികസിപ്പിച്ചെടുത്ത അതിമനോഹരവും ആത്മീയ പ്രാധാന്യമുള്ള ഒരു കൊറിഡോറാണ്. ഭഗവാൻ ശിവന്റെ മഹത്വവും ശൈവ പാരമ്പര്യവും കൂടുതൽ ആഴത്തിൽ അനുഭവിക്കാൻ ഭക്തർക്കും വിനോദസഞ്ചാരികൾക്കും സഹായിക്കുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര കൊറിഡോറുകളിൽ ഒന്നായി അറിയപ്പെടുന്ന മഹാകാൽ ലോക് മനോഹരമായ ശില്പങ്ങൾ, ഭിത്തിച്ചിത്രങ്ങൾ, ദൈവിക ലൈറ്റിംഗ്, വിശാലമായ നടപ്പാതകൾ എന്നിവ കൊണ്ട് ഭക്തരെ വിസ്മയിപ്പിക്കുന്നു. ഇവിടെ ഭഗവാൻ ശിവനുമായി ബന്ധപ്പെട്ട വിവിധ പുരാണ കഥകളും ശിവന്റെ വിവിധ രൂപങ്ങളും ശൈവ പാരമ്പര്യത്തിന്റെ ആത്മീയ സന്ദേശങ്ങളും മനോഹരമായ ശില്പങ്ങളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് മഹാകാൽ ലോകിലെ ഭീമാകാരമായ ശിവപ്രതിമകൾ, ത്രിശൂലങ്ങൾ, ഡമരു രൂപകൽപ്പനകൾ, ശിവഗണങ്ങളുടെ ശില്പങ്ങൾ എന്നിവ സ്ഥലത്തിന് ദൈവികമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. രാത്രിയിലെ ലൈറ്റിംഗ് മഹാകാൽ ലോകിന്റെ ഭംഗി ഇരട്ടിയാക്കുകയും സന്ദർശകർക്ക് ഒരു അതുല്യമായ ആത്മീയ അനുഭവം നൽകുകയും ചെയ്യുന്നു.
മഹാകാലേശ്വർ ക്ഷേത്ര ദർശനത്തോടൊപ്പം മഹാകാൽ ലോക് സന്ദർശിക്കുന്നത് ഉജ്ജയിനി യാത്രയെ കൂടുതൽ സമ്പൂർണവും മറക്കാനാവാത്തതുമായ അനുഭവമാക്കുന്നു. അപ്പോൾ മഹാകാലേശ്വർ ടെമ്പിളിന് അടുത്തായിട്ട് ശ്രീ മഹാകാലേശ്വർ ഭക്ത് നിവാസ് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താമസിക്കാം. ബട്ട് എനിക്ക് തോന്നുന്നു ഓഫ്ലൈൻ ബുക്കിംഗേ ഉണ്ടാവുള്ളൂ, ഓൺലൈൻ ബുക്കിംഗ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ പ്രോബ്ലി ഫോൺ വിളിച്ച് പറഞ്ഞ് നിങ്ങൾ ബുക്ക് ചെയ്യിക്കണം. അപ്പോൾ ഈ ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. जब गंगा माँ बोली कि हम धरती पे डायरेक्टली आ नहीं सकते हैं, मेरा प्रवाह धरती झेल नहीं पाएगा, तब शिवा ने अपने जटा में उन्हें धारण किया था, उसका डिपिक्शन है ये. ഈ സ്ഥലമില്ലേ ആക്ച്വലി ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ പോലെയാണ്, എന്താ പറയുക, ഫോട്ടോ സ്പോട്ട് പോലെയാണ്. ഇവിടെ വന്ന് മെയിൻ ആയിട്ട് എല്ലാവരും ഫോട്ടോയും വീഡിയോ എടുക്കാനായിട്ടാണ് വരുന്നത്. अच्छा लगता है, सब लोग का हाथ में फोन फोन फोन, सब लोग फोटो खींच रहा है, सेल्फी ले रहा है. अच्छा एंटरटेनमेंट है. നമ്മുടെ കേരളത്തിന്റെ റെപ്രസെന്റേഷൻ ഉണ്ട് ഗൈസ്. അയ്യപ്പ സ്വാമിയുടെ പിറകെ ഇരിപ്പുണ്ട്. ആൻഡ് പഞ്ചമുഖി ഹനുമാൻജി. അങ്ങനെ ഞങ്ങൾ നടന്ന് ഭാരത് മാതാ മന്ദിർ എത്തി. നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. അപ്പോൾ ഇവിടെ ഇല്ലേ ഇന്ത്യയുടെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ട്. അതിൽ എവിടെയൊക്കെയാണ് ജ്യോതിർലിംഗങ്ങൾ എന്ന് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ കാലടി താഴെയുണ്ട് ശ്രീ ശങ്കരാചാര്യയുടെ നാട്. यहाँ पे आकर के भारत माता को आप धन्यवाद दे सकते हैं कि भारत माता के पुण्य भूमि में हम लोग पैदा हुए हैं. ഈ ഭാരത് മാതാ ടെമ്പിൾ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എത്ര വലിയൊരു പുണ്യഭൂമിയിലാണ് ജനിച്ചിരിക്കുന്നതെന്ന്. അതുമല്ല, ഒരു ഇന്ത്യയുടെ ഡിപ്പിക്ഷൻ അവിടെ വച്ചിട്ടുണ്ട്. അതിൽ എന്താ പറയുക, നമ്മളെ ജ്യോതിർലിംഗാസും ഇമ്പോർട്ടൻറ്റ് റിവേഴ്സ്, ഹിമാലയാസ്, ഇതെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി 3 ജ്യോതിർലിംഗം കവർ ചെയ്തു. ഓംകാരേശ്വർ, മഹാകാലേശ്വർ, അതുപോലെ രാമേശ്വരം ഞങ്ങൾ പോയായിരുന്നു. അതുകൂടാതെ ഇനിയുണ്ട് ജ്യോതിർലിംഗം. അപ്പോൾ ഇത് മൊത്തം കവർ ചെയ്യുമ്പോഴത്തേക്ക് ഇന്ത്യയെ പറ്റിയുള്ള കുറച്ച് അറിവ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഒരു മോട്ടിവേഷനാണ് ഇനിയും ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ബൗണ്ടറി വാളാണ്. ആ ബൗണ്ടറി വാൾ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് നോക്കിയേ. ഇതിലും ഒത്തിരി ഡിപ്പിക്ഷൻസ് ഉണ്ട്. എന്തുമാത്രം സ്റ്റാച്യൂസ് ആയാലും എത്ര കണ്ടാലും തീരില്ല ഗൈസ്. ഇവിടെ കാളിമായിട്ട് ഒരു സ്റ്റാച്യു വെച്ചിട്ടുണ്ട്. അഞ്ജലിത സന്തോഷത്തോടെ ഓടി വരികയാണ്. चलिए महाकाल लोक बंद हो चुका है. നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ വൈകുന്നേരം വരാൻ നോക്കണം. അതായിരിക്കും എളുപ്പം. കാരണം രാവിലെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, ലൈറ്റിംഗ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് എല്ലാ വിഷ്വൽസും പ്രോപ്പറായിട്ട് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഈവനിങ് ആകുമ്പോഴത്തെ ഒരു മൊത്തം ലൈറ്റ് ഓൺ ചെയ്യും. ഓക്കെ, ആ ലൈറ്റിന്റെ എഫക്റ്റിൽ പ്രോപ്പറായിട്ട് എന്താ പറയുക ഡിഫറെൻറ്റ് വൈബ് തന്നെയായിരിക്കും ഇവിടെ വരുമ്പോഴത്തേക്ക്. ഇവിടെ ആക്ച്വലി ഒരു സംഭവമാണ് കേട്ടോ, നിങ്ങൾ വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണിത്. ഇവിടെ സപ്ത ഋഷിയുടെ ഒരു ഡിപ്പിക്ഷൻ ആണ്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങളിവിടെ വരികയാണെങ്കിൽ രാത്രി വേണം വരാനായിട്ട്. എന്നാൽ മാത്രമേ ഇതിൻ്റെ ആക്ച്വൽ ബ്യൂട്ടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. കാരണം ഈ ലൈറ്റിംഗ് ഇല്ലാതെ ഇതിൻ്റെ ഒന്നും ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ആക്ച്വലി ഈ മഹാകാൽ ലോകിലെ അടിപൊളിയാണ്. നിങ്ങൾ വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഒത്തിരി പൈസൻ്റെ പിന്നിൽ ചിലവായിട്ടുണ്ട്, കണ്ടാൽ തന്നെ മനസ്സിലാവും. ബട്ട് വർത്ത് വിസിറ്റ് ആണ്. എന്താ പറയുക, ഇതിൽ ഓരോ ഡിപ്പിക്ഷനും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയെ പറ്റി പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്സും എല്ലാം ഇതിൽ പ്രോപ്പറായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റോറി റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും വരിക. ഞങ്ങളിപ്പോൾ 3ാമത്തെ തവണയാണ് വരുന്നത്, എന്നിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ല. ഇനി ഒരിക്കൽ വരാൻ ചാൻസ് കിട്ടിയാൽ ഉറപ്പായിട്ടും ഞങ്ങൾ വരും. അപ്പോൾ ഞങ്ങൾ മഹാകാൽ ടെമ്പിളും മഹാകാൽ ലോക്കും ഇതെല്ലാം കണ്ട് തിരിച്ച് ഹോട്ടലിലെത്തി ഗൈസ്. ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു. ആക്ച്വലി ഞാൻ വീണ്ടും പറയുന്നു, മഹാകാൽ ലോക്കും ടെമ്പിളും രണ്ടും ആക്ച്വലി കാണേണ്ട സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് വരിക. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ തിരിച്ചെത്തി. അപ്പോൾ നാളത്തെ പ്ലാനാണ് കാൽ ഭൈരവ് ടെമ്പിൾ ഉണ്ട്. ഓക്കെ, അതും ഉജ്ജയിലൊരു ഫേമസ് ടെമ്പിളാണ്. ആ ടെമ്പിൾ കാണാനായിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രോബ്ലി ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകും. അതൊരു കിടു സ്ഥലമാണ് മധ്യപ്രദേശിലെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓരോ സബ്സ്ക്രൈബ് ക്ലിക്കും ഞങ്ങൾക്ക് നല്ല മോട്ടിവേഷൻ ആയിരിക്കും ഇതുപോലെ നല്ല കണ്ടന്റ് എടുത്ത് നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. बाय बाय, शुभ रात्रि.